ഹലോ വെൽക്കം ബാക്ക്. യെസ് ഇറ്റ്സ് സഞ്ജു. ആരടിക്കാൻ പോവാന്നല്ലേ? ആരടിക്കാൻ പോവല്ല. ഇതെന്താണെന്നറിയോ? ഇതാണ് തെങ്ങിന്റെ കൂമ്പ്. ഇത് വെച്ച് നമ്മൾ അടിപൊളി ഒരു ഹെൽത്തി ഒരു സ്നാക്ക് ഉണ്ടാക്കും കേട്ടോ. പൊതുവെ ഞങ്ങൾ ഇവിടെ അതിന്റെ പേര് പറയുന്നത് എന്താന്ന് പറയട്ടെ, ഒരപ്പം എന്നാണ്. അതൊരു ഇങ്ങനെ നമ്മൾ അലുവയൊക്കെ കിട്ടുന്ന പോലെ ഇങ്ങനെ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതൊരു ഇച്ചിരി വലിയ പ്രോസസ്സാണ്. പക്ഷെ ഇത് റെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ മമ്മിയാണ്. എനിക്കും അറിയില്ല അത്ര ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ബായോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാമേ. ഫസ്റ്റ് നമുക്ക് ഇതാണ് കൂപ്പ്. ഇത് കണ്ടോ, ഈ ഒരു പാട്ടാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. പിന്നെ വേണ്ടത് ജീരകം, ഏലക്ക പൊടിച്ചത്, കരിപ്പോട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആവശ്യത്തിന് മധുരത്തിന്. പിന്നെ മമ്മി അരി എങ്ങനെയാണ്? 4 മണിക്കൂർ വെള്ളത്തിലിട്ട് അരച്ചെടുത്തത്. വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ഒക്കെ വളരെ കുറച്ചാണ്, ഇച്ചിരിയേ ഉള്ളൂ. നല്ല തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എത്ര തേങ്ങ ഉണ്ടാവും? 1.5 തേങ്ങയുടെ പാല്. അപ്പൊ ഇത് സെപ്പറേറ്റ് ഒന്നും വേണ്ട, 1-ാം പാല് 2-ാം പാലൊന്നും വേണ്ട, എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് വെച്ചാൽ മതി. ആവശ്യത്തിന് അരയാനുള്ള വെള്ളം ചേർത്ത് ഞാൻ പിച്ചിട്ട് ഒഴിച്ചാൽ മതിയോ? പറയണേ. അര ഗ്ലാസ് ഒഴിക്കും. ഒഴിക്കണോ? ഒഴിക്കട്ടെ. ഒഴിച്ചു. അപ്പൊ ഈ ഒരു ഗ്ലാസ് 30 ഗ്ലാസ്. തെങ്ങിൻ്റെ കൂമ്പില്ലേ, അതിപ്പോൾ നമ്മൾ അരച്ചതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കളർ വരും കേട്ടോ. കളറൊന്നും ആഡ് ചെയ്തതല്ല, അരഞ്ഞു കഴിയുമ്പോൾ ഈ കളർ ആവുന്നതാണ്. അരി അരച്ചത്. ഇവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് അരയാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതാണ്. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു ബൗളിലോട്ട് മാറ്റുക. എന്നിട്ട് അത് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഈ ഏലക്കായി ജീരകം പൊടിച്ചത് വേണം. നല്ലോണം മിക്സ് ചെയ്യണം. ഇടും. പൊടിക്കണോ? പൊടിച്ചിടും. നമ്മൾ വലിയൊരു ഉരുളിലോട്ട് മാറ്റി കേട്ടോ. കാരണം ഇനി ഇതിപ്പോ തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് കുമ്മുളായിട്ട് നമ്മുടെ കയ്യിലൊക്കെ വീഴും. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് നമുക്കത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇനിയാണ് പണി. ഇനി ഇതിങ്ങനെ നമ്മൾ കിണ്ടുക എന്ന് പറഞ്ഞാൽ ഇളക്കണം. നന്നായിട്ട് ഇളക്കി അടിയിൽ പിടിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അവസാനം എങ്ങനെ ഉണ്ടാവും കാണാം. ഇടയ്ക്ക് നമുക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ നീ നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നീ ഇളക്കണം. ഇനിയാണ് നന്നായിട്ട് കിണ്ടേണ്ടത്. എൻ്റെ ഇച്ചിരി നന്നാണ്. ആദ്യം ഒഴിച്ചു. കുറച്ചുകൂടെ എണ്ണ വേണം. എണ്ണ ഒഴിക്കുവാണ് ഇതിലേക്ക്. ഇനി ഒരു ഇച്ചിരി നെയ്യ് ഇടുവാണ്. ഇത്ര മതിയോ? ഇച്ചിരി ഇടുവാണോ?
ചമ്മന്തി ആക്കണോ? അപ്പൊ ഷേപ്പ് കിട്ടാനാണോ? ഓക്കെ, അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് ഹൽവ പോലെയൊക്കെ കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ ടേസ്റ്റ് ഹൽവയുടെ പോലെ അല്ല, ഭയങ്കര മധുരം ഇല്ല, എന്നാ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് മധുരം. പക്ഷെ അടിപൊളി സാധനം കേട്ടോ. ആ കാഷ്യൂനട്ടിന്റെ ക്രഞ്ചിനെസ് ഒക്കെ അതേപോലെ അറിയാം. സൂപ്പർ അല്ലേ? അപ്പൊ ഞങ്ങള് കഴിച്ചു തീർക്കട്ടെ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷുവർ ആയിട്ട് ഇഷ്ടപ്പെടും. അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം അല്ലെ. ഹെൽത്തി സാധനം. കുറച്ച് എണ്ണയുണ്ട്, അത് ഇങ്ങനെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിട്ടാ. പക്ഷെ സാധനം ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സാധനം കിട്ടുവാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഹെൽത്തി ആണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.